friends, welcome back to my channel, your online teacher. അപ്പോൾ ഈ വരുന്ന മോഡൽ എക്സാമിലേക്ക് നമ്മൾ എക്കണോമിക്സിൽ അതിലെ മൈക്രോ എക്കണോമിക്സിൽ നിന്ന് പഠിച്ചിരിക്കേണ്ട പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും പ്രോബ്ലംസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒരു പ്രോബ്ലം നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്, ആൻസേഴ്സ് എല്ലാം പുറകെ വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒത്തിരി പേരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കൂ, എന്നാലല്ലേ വീഡിയോസ് കൃത്യമായിട്ട് വരുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ എക്കണോമിക്സിൽ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് വൺ, MOC കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം ചോദിക്കാം. പിന്നെ PPC കർവ് തന്നിട്ട് ഈ പോയിന്റ്സ് എല്ലാം എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു എന്നൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എളുപ്പത്തിൽ 3 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. പിന്നെ വരാവുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് ഇൻകം തരും, പ്രൈസ് ഓഫ് ഗുഡ് 1ഉം പ്രൈസ് ഓഫ് ഗുഡ് 2ഉം തരും, എന്നിട്ട് ബഡ്ജറ്റ് സെറ്റ് പ്രിപ്പയർ ചെയ്യാൻ ചോദിച്ചേക്കാം. ഇത്തവണ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് കട്ടിയായിരിക്കും എന്നറിയാലോ, അതുകൊണ്ട് എല്ലാ ഭാഗവും പഠിക്കണം. ദെൻ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാനും ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റുകൾ കാണാനും അതിൽ ചേഞ്ചസ് ഡിനോട്ട് ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ. പിന്നെ ഇങ്ങനൊരു ഡിമാൻഡ് ഫംഗ്ഷൻ തന്ന് നിങ്ങൾക്ക് ഡിമാൻഡ് കർവ് വരയ്ക്കാൻ അറിയില്ലാത്ത ഒത്തിരി പേരുണ്ടാകും അല്ലേ. അപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ വെറും 499 രൂപയ്ക്ക് ഫുൾ പോർഷൻസ് നിങ്ങൾക്ക് എക്കണോമിക്സ് പഠിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറിങ്ങും എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഡിമാൻഡ് കർവ് വരയ്ക്കാൻ ചോദിക്കാം. പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡും പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈയും പഠിക്കണം. AP, TP, MP, അതുപോലെ തന്നെ TVC, TFC, AFC, AVC, SAC, SMC ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇതൊക്കെ 8 മാർക്കിന് വരുന്ന ചോദ്യമാണ് കേട്ടോ. ഓക്കെ, പിന്നെ ചില ക്വസ്റ്റ്യൻ തന്നിട്ട് മാർജിനൽ കോസ്റ്റ് കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കും. TR, MR, AR കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലം പഠിക്കണം. ഡിമാൻഡ് ഫംഗ്ഷനിൽ നിന്ന് ഡിമാൻഡ് കർവ് വരച്ചതുപോലെ ഇങ്ങനൊരു സപ്ലൈ ഫംഗ്ഷൻ തന്നാൽ അതിൽ നിന്ന് സപ്ലൈ കർവ് വരയ്ക്കാൻ നിങ്ങൾക്ക് പറ്റണം. പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈയും പഠിക്കണം. ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കാണാനും പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ മാത്രം, പ്രോബ്ലം മാത്രം മൈക്രോ എക്കണോമിക്സിൽ നിന്ന് നിങ്ങൾ പഠിച്ചാൽ മതി. വേറെ ഒരു പ്രോബ്ലം മൈക്രോ എക്കണോമിക്സിൽ നിന്ന് പഠിക്കേണ്ട കാര്യമില്ല. ഇത്രയും പഠിച്ചാൽ മൈക്രോ എക്കണോമിക്സിലെ ഏത് പ്രോബ്ലം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഇനി അപ്പോൾ മാക്രോ എക്കണോമിക്സിൻ്റെ പ്രോബ്ലം നമുക്ക് നോക്കാനുണ്ട്, തിയറി ക്വസ്റ്റ്യൻസ് നോക്കാനുണ്ട്. ഇതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്